വീഡിയോ എടുത്തിട്ട് താഴെ കണ്ടു കടലു എന്റെ പൊന്നോ. ഹലോ ഗൈസ്, ആൻഡമാനിലെത്തിയിട്ടുള്ള 4ാമത്തെ ദിവസമാണെന്ന്. നമ്മളിപ്പോൾ ഉള്ളത് നീൽ ഐലൻഡിലാണ്. ഇന്നിപ്പോൾ രാവിലെ നമ്മൾ പോകുന്നത് നീൽ ഐലൻഡിലുള്ള നാച്ചുറൽ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നമ്മൾ സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ നീൽ ഐലൻഡിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ മുൻപ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ സപ്പോർട്ടാക്കാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ നീൽ ഐലൻഡിലെ ലക്ഷ്മൺപൂർ ബീച്ച് 2 ഏരിയയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ച് ദൂരം കാട്ടിലൂടെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന ശേഷം കുറേ കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൊരു കടയിൽ കയറിയിട്ട് നമുക്ക് ചെരുപ്പ് റെന്റിന് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇതിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ് നമ്മൾ ചെരുപ്പിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മൾ ചെരുപ്പൊക്കെ റെന്റിന് എടുത്തു. പിന്നെ നമ്മൾ നേരെ താഴേക്ക് നടന്നിറങ്ങാനുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ബീച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. कोई भी कारण हो, भूकंप का कारण हो, कोई भी कारण लैंड ऊपर आ गया कि पानी का लेवल नीचे हो गया और यहाँ क्या 24 आवर कंटिन्यू पानी नहीं देने के कारण के कोरल जो सारा डेड हो गया. कोरल को लिविंग देने के लिए 24 आवर पानी चाहिए. तो फर्स्ट हम लोग नीमो पॉइंट जाएंगे. ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ അറിവുള്ള ഒരാൾ കൂടെ ഇരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗൈഡിനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വേലിയേറ്റവും വേലിയിറക്കമുണ്ട്. വേലിയിറക്ക സമയത്ത് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമുള്ളൂ. सीजनल के अंदर चले जाते हैं. अच्छा, फिर वो अपना हो जाता है. और इसके अंदर है जगह शॉर्टेज हो जाएंगे. यहाँ से निकल के इससे भी बड़े जो शेल मिलेंगे उसके अंदर चले जाते हैं. इस तरह चेंज होगा. വേലിയേറ്റ സമയമാണെങ്കിൽ ഇവിടെ മൊത്തം കടലിൽ കയറിയിരിക്കും. നമുക്കിപ്പോൾ നാച്ചുറൽ ബ്രിഡ്ജ് ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. ഇങ്ങോട്ട് ഇറങ്ങാനേ കഴിയാത്തൊരവസ്ഥയായിരിക്കും. കടൽ ഇറങ്ങി കിടക്കുന്ന സമയത്തുകൊണ്ട് തന്നെ കരയിലുടനീളം ഒരുതരം കൂർത്ത കല്ലുകൾ, അതായത് ജീവനറ്റ കോറലുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്തരത്തിലുള്ള ചെരുപ്പ് ഇടുന്ന റെന്റിനടുത്ത് ഇതിൽ നടക്കുന്നത്. നമ്മുടെ ചെരുപ്പ് കൊണ്ടാണെങ്കിൽ നമുക്ക് ഇതിൽ നടക്കാൻ നല്ല റിസ്ക് ആയിരിക്കും. നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ്. സൈഡിലൊക്കെ തന്നെ നല്ല ഹൈറ്റിലുള്ള മരങ്ങളും ഒക്കെ ആയിക്കൊണ്ട്. कोई फिशेज अगर हाउस में एंटर करे तो चिपक जाते हैं, चिपक के मर जाते हैं. इसमें खाली नीमो फिश ही रहेंगे. यहाँ देखिए 3 फिश रहेंगे. കരയിലെ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ട ശേഷം നമ്മൾ ഏതായാലും വെള്ളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ അദ്ദേഹം നമുക്ക് ക്ലൗൺ ഫിഷ് അഥവാ നീമോ ഫിഷ് എന്ന് പറയുന്നതായിരിക്കും സുപരിചിതം കാണിച്ചു തരികയാണ്. അപ്പോൾ നീമോ ഫിഷ് വസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കാണുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊതുവെ സീ അനിമോണുകളുടെ ഉള്ളിലാണ് കേട്ടോ വസിക്കുന്നത്. അപ്പോൾ അതാണ് ആ കാണുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കൈയിട്ട് കളിക്കിയപ്പോൾ അത് പുറത്തേക്കൊക്കെ വന്ന് 2-3 എണ്ണത്തെ കാണാൻ സാധിച്ചു. ഇവിടെ ഒരു ചെറിയ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഐലൻഡിലെ മൊത്തത്തിലുള്ളൊരു ലുക്കാണ് കേട്ടോ ആ കാണുന്നത്. പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഒറ്റ ലുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു സ്ഥലം. കടലിലൂടെ ഏതായാലും ഉടുപ്പ് പോക്കി പിടിച്ച് കുറച്ച് ദൂരമൊക്കെ നടന്ന് അദ്ദേഹം കുറേ അധികം ഫിഷുകളെയും കോറലുകളൊക്കെ കാണിച്ചത്. പിന്നീട് നമ്മൾ കണ്ടത് സീ കുക്കുംബറിനെയാണ് കേട്ടോ. കടൽ വെള്ളരിയാണ്. പതിയെ വേദനിപ്പിക്കരുത്. വീഡിയോ എടുത്തിട്ട് താഴെ जो बर्मिस होते हैं ना म्यांमार, अंडमान सी में सब स्मगलिंग करने आते हैं इसको. सी कुकुम्बर കിടന്നിടത്ത് തന്നെ എപ്പോഴും കിടക്കുന്ന പോലത്തെ ഒരു മടി പിടിച്ച ഒരു കടൽ ജീവിയാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആണ്. അതിന് ഷേപ്പ് എന്തെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ തന്നെ എന്തോ പോലെയാണ്. അങ്ങനെ അതിൽ അതിനൊന്ന് എടുത്തു. നമ്മുടെ ഇന്ത്യയിൽ ഇതിനെ പിടികൂടുന്നത് വളരെയധികം ശിക്ഷാർഹമാണ്. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയിട്ട് തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടു. ഇനി നമ്മൾ നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ സൈഡിലേക്ക് പോകണം. ഇവിടെ മൊത്തം ഇതേപോലെ ജീവനറ്റ കോറലുകൾ ഇങ്ങനെ കൂർത്ത് നിൽക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. നമുക്ക് നടക്കാൻ തന്നെ നല്ല പ്രയാസമാണ്. പിന്നെ നല്ല വെയിലുണ്ട്. അതുകൊണ്ട് കുട ചൂടിയുണ്ട് നടക്കുന്നത്. പോകുന്ന വഴിക്കൊക്കെ ചില നല്ല സീനറികളൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാനും മറക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം അങ്ങനെ നടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രകൃതി ഒരുക്കിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു നാച്ചുറൽ ബ്രിഡ്ജ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടോ. ബ്രിഡ്ജ് പോലെ തോന്നിക്കുന്ന ഒരു വലിയ പാറക്കെട്ടാണിത്. അതിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ കുറേ മരങ്ങളും പച്ചപ്പും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭംഗി ഒരു പ്രത്യേക തരത്തിലാണ്. നമ്മൾ ഈ നടക്കുമ്പോൾ തന്നെ തിരകളൊക്കെ നന്നായിട്ട് വന്ന് അടിക്കുന്നുണ്ട്. നല്ല തെന്നലുള്ള ഏരിയ ആയിരുന്നു. വളരെ സൂക്ഷിച്ചാണ് നടക്കാനായിട്ട്. വേലിയേറ്റ സമയത്ത് കടലും മൊത്തത്തോടെ കയറുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു അംശം പോലും ദൂരം നിന്ന് പോലും കാണാൻ സാധിക്കില്ല കേട്ടോ. नॉर्मल पूरा कॉइन जैसे रहते बीच में. पानी ज्यादा गर्म हो जाने का बाहर आने से ऑटोमेटिक രക്ഷപ്പെടുന്നത്. എന്റെ പൊന്നോ. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണം ഇതാണ്, നമുക്കിവിടെ മീനുകൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ഇവിടെയുള്ള മറ്റു കുറേ കടൽ ജീവികളെ കുറിച്ചിട്ടൊക്കെ തന്നെ നമ്മുടെ ഗൈഡ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കാണിച്ചു തരുന്നുണ്ട് കേട്ടോ.
പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞൊന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക രസം തന്നെയാണ്. പ്രകൃതി ഇത്തരത്തിലൊക്കെയുള്ള അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അന്തം വിട്ടു പോവാണ് കേട്ടോ. നാച്ചുറൽ ബ്രിഡ്ജിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ആ പാർക്കറ്റിൻ്റെ ചുവട്ടിൽ ചെന്ന് കുറേ നേരം ഇരുന്നു കേട്ടോ. നല്ല വെയിലാണ്, നല്ല ഉച്ചയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റൊക്കെ വാങ്ങി ഗൈഡ് പോയി. നമ്മൾ കുറച്ച് നേരം കൂടെ അവിടെ ചിലവഴിച്ച ശേഷമാണ് കേട്ടോ തിരിച്ചു പോരാൻ നിന്നത്. ഉച്ച കഴിഞ്ഞുകൊണ്ട് തന്നെ ഇത്രയും ദൂരത്ത് നടപ്പും വെയിലുകളായിട്ട് ആകെ ക്ഷീണിച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ കാറുകാരൻ നേരെ ഈ സ്പോട്ടിൽ എത്തിച്ചിട്ടോ. കണ്ടിട്ട് നമ്മളിന്ന് രാവിലെ സ്ക്യൂബ ഡൈവിങ്ങിന് വന്ന അതേ സ്പോട്ടാണ് കേട്ടോ. ഭരത്പൂർ ബീച്ചിൻ്റെ സൈഡിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ കണ്ട ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമുക്ക് ഉച്ചയ്ക്കുള്ള മീൽസിന് പറഞ്ഞു. इसका 8 है सिल्वर जेक फिश बीच में एक ही बोलते हैं सब में एक से चॉप चॉप करके मसाला डाल के रवा फ्राई कड़ी ठीक है. നമുക്ക് ഫിഷ് ഫ്രൈ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ ഫിഷിനെ കാണിച്ചു തരും കേട്ടോ. നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ മീൽസും പറഞ്ഞു. ഫുഡ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനമായത്. നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ജെട്ടി ഉള്ളത്. നമുക്കത് വൈകുന്നേരം ഈ നീൽ ഐലൻഡിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് ഫെറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി ടിക്കറ്റൊക്കെ എടുത്ത് സമയമായപ്പോൾ നമ്മൾ നേരെ ജെട്ടിയിലേക്ക് എത്തി. നമ്മൾ നോട്ടിക ഫെറിയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. Especially if you're traveling with more than one child and your spouse. We urge you to please do not. അങ്ങനെ നമ്മൾ നീൽ ഐലൻഡിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നീൽ ഐലൻഡിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ പോർട്ട് ബ്ലെയറിലേക്ക് തിരിച്ചു പോവാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ സൈഡ് സീറ്റിലിരിക്കുമ്പോൾ ചെറിയ വെയിലൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. എങ്കിലും വൈകുന്നേരത്തെ ഒരു ചെറിയൊരു സൂര്യാസ്തമയമൊക്കെ കണ്ടുകൊണ്ട് ഈ ബീച്ചിലെ കാഴ്ചകൾ കാണാൻ ഒരു പ്രത്യേക രസം തന്നെയായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂറിന് യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ നീൽ ഐലൻഡിൽ നിന്നും പോർട്ട് ബ്ലെയറിലേക്ക് എത്തി. ചെന്നിറങ്ങുന്ന സമയം തന്നെ നല്ലൊരു സൺസെറ്റിൻ്റെ സമയമായതുകൊണ്ട് അത് കുറച്ചു നേരം കണ്ട് ആസ്വദിച്ചിട്ടോ. ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കാറും കൊണ്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കയറിയിട്ട് നമ്മൾ നേരെ ഇനി സ്റ്റേ ചെയ്യുന്ന ഹോളിഡേ ഹോമിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.